ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ബ്രഹ്മം ഒരു വലിയ രഹസ്യമാണ്. അതേസമയം അത് ലളിതവും എളുപ്പവുമുള്ള സത്യമാണ്. ബ്രഹ്മം നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവാണ്. നമ്മുടെ സ്വന്തം ആത്മാവാണ്. അത് ഉള്ളിലുള്ള അധീശനാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. ബ്രഹ്മൻ ഈ ലോകത്തിൻ്റെ ഭരണകർത്താവാണ്. അവിടുന്ന് പരമാത്മാവാണ്, ഈശ്വരനാണ്. അവിടുന്ന് ശാശ്വതനാണ്. ബ്രഹ്മം തന്നെയാണ് വിശ്വം. ഈ വിശ്വത്തിൻ്റെ ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മമാണ്. അദ്ദേഹം ഏറ്റവും വലിയ അഭയസ്ഥാനമാണ്. ബൃ എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്ന വാക്ക് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം വൃദ്ധി പ്രാപിക്കുക, വലുതാകുക, വ്യാപിക്കുക, പൂർണ്ണവും വിശിഷ്ടവുമായത് ഇതെല്ലാമാണ്. പരിണാമത്തിന് നടുവിൽ നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു സത്യമുണ്ട്. ആ നിലനിൽക്കുന്ന സത്യം ബ്രഹ്മം അല്ലെങ്കിൽ പരമമായതാണ്. ഈ പ്രപഞ്ചമാകുന്ന വലയുടെ ഊടും പാവും ബ്രഹ്മമാണ്. വിസ്തൃതമായ സമുദ്രത്തിന് ഉപ്പുരസം എന്ന ഒരു രുചിയേ ഉള്ളൂ. ഈ ലോകത്തിന് മുഴുവനും ഒരു സുഗന്ധമേ ഉള്ളൂ, ആത്മാവിൻ്റെ സുഗന്ധം. എല്ലാ സംഗീതങ്ങളുടെയും ഗണിത സംജ്ഞ മൃദംഗത്തിലോ മറ്റ് താന്ത്രിക വാദ്യങ്ങളിലോ വായിക്കുന്നത് കേവലം ശബ്ദത്തിൻ്റെ ചലനം മാത്രമാണ്. അതുപോലെ ഉണർന്നിരിക്കുമ്പോഴോ ഉറക്കത്തിലോ എന്തു തന്നെ കണ്ടാലും അനുഭവിച്ചാലും അത് ബോധം മാത്രമാണ്. ബോധം ആത്മാവാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ്. ബ്രഹ്മം അനന്തമായ ബോധമാണ്. ബ്രഹ്മം ആത്മാനന്ദത്തിൻ്റെ പിണ്ഡമാണ്. ബ്രഹ്മം സത് ചിത് ആനന്ദമാണ്. ബ്രഹ്മത്തിൻ്റെ വാസസ്ഥലം ശുദ്ധമായ ബോധമാണ്. ഭാഷ മൗനമാണ്. മൗനമായിരിക്കുക. ബ്രഹ്മം സംസാരിക്കുന്നു. സംസാരിക്കുക. ബ്രഹ്മം മൂകനാണ്. നിങ്ങൾക്ക് ബ്രഹ്മത്തെ പിടിക്കാൻ കഴിയില്ല. സമുദ്രത്തെ സമുദ്രത്തോട് മാത്രമേ താരതമ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആകാശത്തെ ആകാശത്തോട് മാത്രമേ താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ബ്രഹ്മത്തെ, പരമമായതിനെ ബ്രഹ്മത്തോട് മാത്രമേ താരതമ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കേവലത്തെക്കുറിച്ച് വാക്കുകളിൽ ഒരു ഉത്തരം വ്യാമോഹമാണ്. പൂർണ്ണമായത് വാക്കുകൾക്കും മനസ്സിനും അതീതമാണ്. ബ്രഹ്മം ദേശകാല കാരണങ്ങൾക്കതീതനാണ്. ബ്രഹ്മം തെളിയിക്കാൻ കഴിയാത്തതാണ്. നിർണയത്തിന് മുമ്പായി ഇത് നിലവിലുണ്ട്. അത് നിർണയത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് സ്വയം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണം എല്ലാത്തിൻ്റെയും കാരണമാണ്. എന്നാൽ ബ്രഹ്മത്തിന് കാരണമില്ല. മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനം ബ്രഹ്മമാണ്. ബ്രഹ്മം അല്ലെങ്കിൽ ശാശ്വതം ദേശകാല കാരണങ്ങൾക്കതീതമാണ്. അനുക്രമമായ സംഭവങ്ങളിൽ നിന്ന് സമയമുണ്ടാകുന്നു. അത് മനസ്സിൻ്റെ സൃഷ്ടിയാണ്. നിത്യതയിൽ എങ്ങനെയാണ് സമയം ഉണ്ടാവുക? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ആകാശം. എല്ലായിടത്തും ആത്മാവിനെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എവിടെയാണ് ആകാശം? ഈ ലോകത്ത് എല്ലാറ്റിനും കാരണങ്ങളുണ്ട്. വിത്ത് മരത്തിൻ്റെ കാരണമാണ്. മറ്റുള്ളവർക്ക് കാരണഭൂതനും സ്വയം കാരണമില്ലാത്തവനുമായ ബ്രഹ്മത്തിന് കാരണം എവിടെയാണ്? അത് സ്വയം അസ്തിത്വമുള്ളതാണ്. അത് ഒന്നിൻ്റെയും പരിണാമമല്ല. നേതി പ്രമാണം. ബ്രഹ്മം വിവരണാതീതമാണ്. നേതി ഇതല്ല എന്ന വാദത്തിലൂടെ മാത്രമേ ഇതിനെ വിവരിക്കാൻ കഴിയൂ. ഏതൊന്നാണോ അതുപോലെയോ ഇതുപോലെയോ അല്ലാത്തത്, അതാണ് ബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണം. നാമരൂപങ്ങളെ നിങ്ങൾ നേതിവാദം കൊണ്ട് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബ്രഹ്മത്തെ, പൂർണ്ണത്തെ, ആധാരത്തെ നിരാകരിക്കാൻ സാധിക്കുകയില്ല. സ്വീകരണവും നിഷേധവും കഴിഞ്ഞ് ശേഷിച്ചത്, ബാക്കിയുള്ളത് ആണ് ബ്രഹ്മം അല്ലെങ്കിൽ ശാശ്വതം. ഈ ലോകത്തിൽ ആത്മാവല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. എല്ലാം ബ്രഹ്മം മാത്രമാണ്. ഞാൻ, നീ, അവൻ, ഇത്, അവിടെ, ഇവിടെ, ഇപ്പോൾ, പിന്നീട്, ഇതിനൊന്നും ശരിയായ അർത്ഥമില്ല. സകലത്തിൻ്റെയും സത്ത ആത്മാവാണ്. ആത്മാവ് അല്ലെങ്കിൽ അഹം തത്വം വേറെ എവിടെയെങ്കിലും അല്ല. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവാണ്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് അണുവിനേക്കാൾ അണുവും ബൃഹത്തിനേക്കാൾ ബൃഹത്തുമാണ്. അത് ഉറുമ്പിൻ്റെ ആത്മാവാണ്. അത് ആനയുടെ ആത്മാവാണ്. അത് വിശ്വത്തിൻ്റെ
തന്നെ ആത്മാവാണ്. അത് ആത്മാവിനു മേലെയുമാണ്. അത് ഒരു പാപിയുടെയും ഒരു സന്യാസിയുടെയും ആത്മാവാണ്. അത് ആത്മാവിൻ്റെയും ആത്മാവാണ്. അത് പരമാത്മാവാണ്. അത് പരമപുരുഷനാണ്. അത് ചൈതന്യമാണ്. അറിയുന്ന ആളും അറിഞ്ഞതും ഒന്നാണ്. ഈശ്വരനും ഞാനും അറിവിലൊന്നാണ്. ജീവനും ബ്രഹ്മനും സത്തയിൽ ഒന്നാണ്. പൂച്ചയുടെയും എലിയുടെയും ആത്മാവ് ഒന്ന് തന്നെ. സൂര്യനിലും ചന്ദ്രനിലുമുള്ള സത്ത ഒന്ന് തന്നെ. എല്ലാ രൂപങ്ങളിലും ഒരേ ഏകീകൃത സത്ത മാത്രമേയുള്ളൂ. ആ സത്തയാണ് പരമമായത്, അനശ്വരമായത്. ആ സത്തയാണ് ആത്മാവ്, ബ്രഹ്മം, അനന്തത. ബ്രഹ്മം രൂപരഹിതമാണ്. ബോധം രൂപമില്ലാത്തതാണ്. ആനന്ദത്തിനും ശാന്തിക്കും രൂപമില്ല. നാമരൂപങ്ങളുടെ പിന്നിലുള്ള അടിസ്ഥാനം. നാമരൂപങ്ങളുടെ പ്രകടമായ ലോകത്ത് വസ്തുക്കളെ തിരിച്ചറിയാൻ നിറം, ആകൃതി, അളവ്, ശബ്ദം എന്നിവ ആവശ്യമാണ്. എന്നാൽ ബ്രഹ്മം ആനന്ദത്തിൻ്റെയും ശാന്തി, ജ്ഞാനം എന്നിവയുടെയും ഏകീകൃതമായ സത്തയാണ്. ബ്രഹ്മം പൂർണ്ണവും അവിഭാജ്യവുമാണ്. ബ്രഹ്മം എല്ലായിടത്തും ഒരുപോലെയാണ്. അനന്തവും ചലനരഹിതവുമാണ് ബ്രഹ്മം. അതുകൊണ്ട് ബ്രഹ്മം നിറമോ രൂപമോ ആകൃതിയോ ഇല്ലാത്തതാണ്. രൂപമുള്ള വസ്തുക്കളുടെ ഇടയിൽ ബ്രഹ്മം രൂപം ഇല്ലാത്തവനാണ്. ശരീരമുള്ളവരുടെ മധ്യത്തിൽ ശരീരമില്ലാത്തവനാണ്. എല്ലാ നാമങ്ങളുടെയും നടുവിൽ നാമം ഇല്ലാത്തവനാണ്. ചിത്രം വരയ്ക്കാനുള്ള തുണി ആധാരമാണ്. ക്യാൻവാസിൽ വിവിധ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പടങ്ങൾ വെറും നിറങ്ങളാണ്. ക്യാൻവാസിൽ നിന്ന് സ്വതന്ത്രമായി പടങ്ങൾ ഒന്നുമില്ല. സിനിമ തിരശീലയിൽ നിന്ന് വേർതിരിച്ച ഒരു പടവുമില്ല. ബ്രഹ്മം അല്ലെങ്കിൽ നിത്യം ആധാരമാണ്. ബ്രഹ്മത്തിൻ്റെ ക്യാൻവാസിൽ നാമരൂപങ്ങൾ വരച്ചിരിക്കുന്നു. അത് ബ്രഹ്മത്തിൽ നിന്ന് സ്വതന്ത്രമല്ല. വസ്ത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. വസ്ത്രം വെറും നൂലുകൾ മാത്രമാണ്. വസ്ത്രം എന്നുള്ളത് പേര് മാത്രമാണ്. വസ്ത്രം നൂലുകളിൽ നിന്ന് സ്വതന്ത്രമല്ല. നൂലുകൾ വേറെ പഞ്ഞിയാണ്. നൂലുകൾ മാറ്റിയാൽ പിന്നെ വസ്ത്രമില്ല. നൂലുകൾ കത്തിച്ചാൽ എല്ലാം ഭസ്മമാകും. വസ്ത്രം, നൂലുകൾ, പഞ്ഞി, ഭസ്മം എന്നിവ ഉണ്ട്. അസ്തിത്വം ബ്രഹ്മത്തിൻ്റെ സത് അവസ്ഥയാണ്. അവയെല്ലാം പ്രകാശിക്കുന്നു. അത് ബ്രഹ്മത്തിൻ്റെ ചിത്ത് അവസ്ഥയാണ്. നിങ്ങൾ വസ്ത്രത്തെയും നൂലിനെയും പഞ്ഞിയെയും സ്നേഹിക്കുന്നു. അത് ബ്രഹ്മത്തിൻ്റെ ആനന്ദാവസ്ഥയാണ്. സത്, ചിത്ത്, ആനന്ദം മാത്രമാണ് യഥാർത്ഥം. വസ്ത്രം, നൂല്, പഞ്ഞി എല്ലാം തെറ്റായ രൂപങ്ങളാണ്. നാമരൂപങ്ങൾ മായയാണ്. ബ്രഹ്മം അല്ലെങ്കിൽ നിത്യം അത് ഒന്നാണ്, പരിപൂർണമാണ്, സർവവ്യാപിയാണ്. ബ്രഹ്മം പല നാമരൂപങ്ങളിൽ പ്രചരിക്കുന്നു. ബ്രഹ്മം സമഗ്രമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്നു. ബ്രഹ്മം ഉള്ളിലെ പ്രകാശവും ശുദ്ധ ബോധവുമാണ്.